ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് അങ്കമാലി സ്റ്റൈലൊരു മാങ്ങക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനിതേ മാങ്ങ എടുത്തു, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഈ കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഇടുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. ഇതിലേക്ക് പിന്നെ പച്ച വെളിച്ചെണ്ണയും പിന്നെ അതേപോലെ ചൊറുക്കിയില്ലേ നമ്മുടെ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നു. മാങ്ങയുടെ പുളി നോക്കിയിട്ട് വേണം കേട്ടോ അത് ഒഴിക്കാനായിട്ട്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്, ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം കേട്ടോ. ഈ ഉടച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണേൻ്റെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ടാവും. എന്നിട്ട് നമ്മളിതൊന്ന് തട്ടിപ്പൊത്തി ഒരു അരമണിക്കൂർ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഈ മിക്സിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മുടെ രണ്ടാം പാലില്ലേ, അതാണ് ഒഴിച്ചു കൊടുക്കണേ. അത് നമ്മുടെ മിക്സിയിലേക്ക് നന്നായി എല്ലായിടത്തും എത്താൻ വേണ്ടി കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിത് ഗ്യാസിലേക്ക് വയ്ക്കുന്നത്. ഗ്യാസിലേക്ക് വെച്ച് നമ്മൾ നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ തിള വന്നതിലേക്ക് നമ്മളിനി തലപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. തലപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മളിത് തിളപ്പിക്കാൻ നിൽക്കണില്ല. അതിലേക്ക് ചെറിയൊരു പൊടിക്കൈ ആയിട്ട് ഇച്ചിരി പഞ്ചസാരയും അതേപോലെ പച്ച വെളിച്ചെണ്ണയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ചിലരിത് താളിച്ചിടും, നമ്മളിവിടെ താളിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയുണ്ട്? വളരെ സിമ്പിളല്ലേ?